വെട്ടുകത്തിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് 4 വെട്ടുകെട്ടിയെന്നാണ് പോലീസ് ഞങ്ങളോട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്തോ പറഞ്ഞു. അവരെ കണ്ട് പുള്ളിയെ തള്ളി, പുള്ളിയും പിടിച്ച് തള്ളി. അവർ താഴെ വീണു. ബാക്കിൽ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. ചില കൊലപാതകങ്ങൾ കാണുമ്പോൾ അറിയാതെ ചോദിച്ചു പോകും, ദൈവമേ, ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നുവെന്ന്. അത്തരത്തിലൊരു പണിയാണ് കുട്ടപ്പൻ ഒപ്പിച്ചത്. കുട്ടപ്പന് വയസ്സ് 80 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിസാ കാലാവധി കഴിഞ്ഞു എന്നർത്ഥം. ഈ വയസ്സാം കാലത്ത് വല്യപ്പൻ ഒരു പണി ഒപ്പിച്ചു. ഇത്രയും വർഷം കൂടെ കട്ടയ്ക്ക് നിന്ന ജീവൻ്റെ ജീവനായ പെണ്ണുമ്പിള്ളയെ ഒറ്റ വെട്ടിന് തീർത്തു. കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, ഈ വല്യപ്പന് ഇത് എന്തിൻ്റെ കേടായെന്ന്. കശുവണ്ടി തൊഴിലാളിയായ ഭാര്യയ്ക്ക് പെൻഷൻ തുക കിട്ടി. ആ തുക വരുമാനം ഇരട്ടിയാക്കാൻ പലിശയ്ക്ക് കൊടുത്തു. ഇതറിഞ്ഞ വല്യപ്പന് മുട്ടം കലിപ്പ്. എനിക്ക് തരാതെ നീ പണം ദുർവിനിയോഗം ചെയ്തോ എന്നും പറഞ്ഞ് ഭാര്യ ഒറ്റ വെട്ടിന് കൊന്നു. ബാക്കി ദാ കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് രാവിലെ അറിയുന്നു. ഡോറ് പറഞ്ഞ അവരുടെ ചേച്ചിയുടെ, എൻ്റെ വൈഫിൻ്റെ ചേച്ചി ഫോൺ ചെയ്ത് അവളെ അറിയിച്ചതിന് ശേഷം ഞാനാണ് എന്നിട്ട് കതവിൽ മുട്ടുന്നത്. അകത്തുനിന്ന് ലോക്കായിരുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ അകത്ത് കിടക്കുമായിരുന്നു. കിടന്നിട്ട് പുള്ളി വന്നിട്ടാണ് ഡോറ് തുറന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇതേപോലെ ഏതാണ്ട് അമ്മ മരിച്ചു, എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഗുളികയും കഴിച്ചിട്ട് കിടന്നുകൊണ്ട് രാത്രി എന്തോ നടന്നതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഡോറ് തുറന്ന് വന്ന് അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് പറഞ്ഞു. അവർ വന്നതിന് ശേഷം മെമ്പറെ അറിയിക്കുന്നു. മെമ്പറെ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ പോലീസ് ഇവിടെ എത്തി മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പാരിപ്പള്ളിയിലേക്ക് ഓടിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ശരി. ബാക്കി കാര്യങ്ങൾ 7 മണിയോടുകൂടിയൊക്കെ കാര്യങ്ങളൊക്കെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇന്നലെ രാത്രിയിലും കണ്ട് സാമ്പത്തിക കാര്യങ്ങളങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. 2 പേരും കൂടെ സാമ്പത്തിക കാര്യങ്ങളെന്തോ 12,000 രൂപയെന്ന് കുടുംബശ്രീയിൽ നിന്നങ്ങാണ്ട് പൈസ എടുത്തു. ആ പൈസ എടുത്തിട്ട് ഇവർ പലിശയ്ക്ക് അങ്ങോട്ട് കൊടുത്തു. പലിശയ്ക്ക് കൊടുത്തിട്ട് ഇത് പുള്ളിക്കാരൻ ചോദിക്കുന്നു, നീ കുടുംബശ്രീയിൽ നിന്ന് എടുത്ത പൈസ എവിടാണെന്ന്. അത് ഞാൻ പലിശയ്ക്ക് കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. പലിശയ്ക്ക് കൊടുത്ത് നീ എന്നോട് പറയാതാണ് എടുത്ത് പലിശയ്ക്ക് അതിന് പൈസ കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്തോ പറഞ്ഞു. അവരെ കണ്ട് പുള്ളിയെ തള്ളി, പുള്ളിയും പിടിച്ച് തള്ളി. അവർ താഴെ വീണു. വെട്ടുകത്തിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് 4 വെട്ടുകെട്ടിയെന്നാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും അറ്റംപ്റ്റിന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് കൂടുതൽ പോലീസുകാരുടെ അറിഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. അപ്പോൾ പുള്ളി രാവിലെയാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. പുള്ളിയാണ് പറയുന്നത് എന്നെ പോലെ എട്ടുകത്തിയൊക്കെ അവിടെ കിടപ്പുണ്ട്, വേണ്ട കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി. അങ്ങനെ പോലീസ് പുള്ളിക്കാരനെ രാവിലെ തന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും വീട്ടിലുള്ള ചെറിയ ചെറിയ വഴക്കുകൾ സ്വാഭാവികമായിട്ടാണല്ലോ. അപ്പോൾ അതിനെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളത് കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഭാര്യയും ഭർത്താവോടെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ മക്കളായാലും മരുമക്കളായാലും ഇടപെടേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതിൽ നിന്നുണ്ടായതായിരിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ഇവരിവിടെ വന്ന താമസക്കാരൻ എൻ്റെ ഒരു 10 കൊല്ലമായി കാണും. എൻ്റെ ഒരു ഉദ്ദേശം ഒരു 10 കൊല്ലമായി കാണും. ഒരു നല്ല അഭിപ്രായം മാത്രമേ അവരെ പറ്റി നമുക്ക് ഭാര്യയും ഭർത്താവിനെ പറ്റി പറയാൻ. പിന്നെ ഇങ്ങനൊരു സംഭവം നടന്നത് എന്തോന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ടായ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പ്രശ്നം എന്തോന്ന് ആർക്കും ഒരു പിടുത്തമില്ലായിരിക്കും. കാര്യം അവരും ഭാര്യയായാലും ഭർത്താവായാലും ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സഹകരണം, ഒരു അനാവശ്യമായിട്ടുള്ള സ്വഭാവങ്ങളോ ഒരു വഴക്കോ ഉണ്ടായിട്ട് പോലും ഞങ്ങളുണ്ട്. അവർ ഈ വൈദ്യശാലയായിട്ട് ബന്ധപ്പെട്ട് ചില ഇതുണ്ട്. ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാലും ഒന്ന് ഊതിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് അവിടെ കയറിക്കില്ല. ആ ചേച്ചിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീടുമായിട്ട് നല്ല സഹകരണം ആണ്. ഇങ്ങനെ വീട്ടിന് പുറത്തു പോകുന്ന ഒരു വ്യക്തിയല്ല. അതെന്താ ചെയ്തു തരുന്നത്? ഈ വിഷച്ചൊറിയൊക്കെ, ഈ ചെലന്തി വിഷമോ അതാണ്ട് എൻ്റെ മുഖത്ത് തന്നെ ഇപ്പോൾ ഈ ചെലന്തി വിഷം വന്നു. ഞാൻ അവരെ കൊണ്ട് നമുക്ക് ഈ കൊതി വിടും. ഇടുമ്പോൾ ഇവർ ഓതിത്തരികയൊക്കെ ചെയ്യും. ഓതിത്തരും. അതൊരു മുളകിനകത്ത് എന്താണ് അങ്ങനെ പെട്ടെന്ന് നമുക്കിതങ്ങ് മാറും. അവരൊരു പൈസ പോലും മേടിക്കും, നമ്മൾ കൊടുത്താൽ പോലും മേടിക്കത്തില്ല. അങ്ങനെ നല്ല രീതിയിൽ നല്ല സ്വഭാവമായിട്ട് പോകുന്നത്. എൻ്റെ മോനുണ്ട് എറണാകുളത്ത്, പുള്ളി സൗദിയിലായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന അവരുടെ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇന്നവർ ഈ പരിസരക്കാരായ അയൽവാസിയായ ഞങ്ങൾക്കറിയത്തില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവവും നല്ല രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കുടുംബമായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കും. നേരത്തെ ഈ വീട്ടിൽ വഴക്കൊന്നും ഇല്ല. ഈ വീട്ടിൽ അങ്ങനെ വഴക്കുണ്ടായിട്ടോ അവർ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ നമുക്ക് ആർക്കും അറിവില്ല. അതായത് പരിസരവാസികളായി നമ്മൾ 24 മണിക്കൂർ ഇതിൽ കൂടെ പോകുന്നു. അങ്ങനെയില്ല. അവർ കണ്ടാലും നമ്മൾ മിണ്ടിയില്ലെങ്കിലും നമ്മളെ കണ്ട് മിണ്ടിയിട്ടേ പോകും.
അങ്ങനെയുള്ളൊരു നല്ല സ്വഭാവവും നല്ല രീതിയിലുള്ള പോക്കും കാര്യങ്ങളുമായിരുന്നു. ഇതെന്താണ് ഇതിൻ്റെ ബാക്കിലെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇന്നവർ ഞങ്ങളെ അയൽവാസികളായ ഞങ്ങൾക്ക് പോലും ഒരു പിടുത്തം. ഞങ്ങളോട്ട് വലിയ സഹകരണമൊന്നുമില്ല. ഞങ്ങൾ രാവിലെ മെമ്പർ വന്നപ്പോഴാണ് തിരക്കപ്പോഴാണ് അറിഞ്ഞ് മരിച്ചതായിരുന്നു. അവിടെ ബഹളം കേട്ടായിരുന്നു? ബഹളമൊന്നും കേട്ടില്ല. അവിടെ നേരത്തെ വഴക്കൊക്കെ ഉണ്ടാകുന്ന അതൊന്നും അറിയത്തില്ല. ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. നമ്മുടെ വീട്ടുകാരുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. ഞാൻ വഴിക്ക് കടയിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഒന്ന് മിണ്ടും, അത്രേ ഉള്ളൂ. ഈ ഓമന എന്ന് പറഞ്ഞ ചേച്ചി പരിചയമുണ്ടല്ലോ അല്ലേ? പിന്നെ അടുത്തായതുകൊണ്ട് പരിചയമുണ്ട്. സംസാരിക്കുകയൊക്കെ ചെയ്യും? അത് വല്ലപ്പോഴും കാണാം. നമ്മൾ കടയിൽ പോയിട്ട് വരുന്ന സമയത്ത് കാണുമെന്നെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ വെട്ടി പരിക്കേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് ഇതിനു മുമ്പ് വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ല? ഇല്ല, അറിയത്തില്ല. വഴക്കൊന്നും ഇല്ലായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിയത്തില്ല. രാത്രിയൊന്നും കണ്ടായിരുന്നില്ല? രാത്രിയായിരുന്നോ പകലായിരുന്നോ നമുക്കറിയത്തില്ല. നമ്മൾ നേരം വിളക്കുമ്പോഴേ അറിയുന്നു. മെമ്പർ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇതെന്താ വീട്ടിൽ എന്ത് പറ്റിയ വഴക്ക്? എന്തോന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇരിക്കുന്ന തമിഴ്നാട്ടില. കാലത്തെ പറയുമ്പോഴത്തെ ഞാൻ വന്നേ. സ്വന്തം അനിയത്തിയാവാ? സ്വന്തം ചേട്ടത്തി. എനിക്ക് ചേട്ടത്തി? ഈ മരിച്ചത് സ്വന്തം ചേട്ടത്തി? സ്വന്തം ചേട്ടത്തി. വീട്ടിൽ വഴക്ക് ഉണ്ടായിരുന്നോ നേരത്തെ? വീട്ടിൽ വഴക്കെല്ലാം എനിക്കൊന്നും അറിഞ്ഞൂടാ. വഴക്കെല്ലാം ഉണ്ടോ എന്ന്. അവർ മോളും മരുമോനും അവർ 2 പേരുടെ 3 പേര് ഇരിപ്പ്, 4 പേര്. ചിന്ന പയ്യൻ 5 പേര്. 5 പേരുടെ ഈ വീട്ടിലിരുന്നത്. കാലത്ത് എനിക്ക് ഫോൺ ചെയ്യുമെന്നേ ഞാൻ വന്നേ. എനിക്ക് എന്താ വിവരമോ അറിഞ്ഞൂടാ.